വിജയുടെ നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോകാൻ പോവുകയാണ്. 30 വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് യുക്രൈനിൽ സന്ദർശിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. റഷ്യയിൽ നിന്നാണ്. റഷ്യ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കാൻ പോകുന്നത്. ഒരു ചോദ്യം എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തിനായിരിക്കും നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നത്? കാഷ്വൽ ആയിട്ട് സന്ദർശിക്കുന്നതാണോ, അതേ ഇതിനു പിന്നിൽ പണ്ട് മുതലേ ആൾക്കാരൊക്കെ പറയുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്, മോദിക്ക് ഈ നോബൽ പ്രൈസിനോട് വല്ലാത്ത ഭ്രമമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മോദി ഈ യുദ്ധങ്ങളെല്ലാം തീർക്കാൻ നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ബംഗാളിലൊക്കെ നാട്ടുകാരെ അടികൊണ്ട് മരിക്കുകയാണ്, അതൊന്നും ഒരു കുഴപ്പമില്ല, ആ യുദ്ധങ്ങളൊക്കെ ഞാൻ തീർത്തു കളയും എന്ന് പറഞ്ഞിട്ട് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടുന്നു, റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇടപെടുന്നു. എല്ലാ വിഷയത്തിലും നരേന്ദ്രമോദി ഇടപെട്ട് പക്ഷെ നോബൽ സമ്മാനമൊക്കെ കിട്ടുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? അത് തീർന്നാല് ഈ പറയുന്ന കണക്ക് സാധ്യതയുണ്ട് നോബൽ പ്രൈസിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഈ ഇസ്രായേലിന്റെ വിഷയം പോലെ അല്ല സാധനം. കാരണം ഇത് ഒരു വലിയ വിഷയമാണ്. കാരണം ഈ നമ്മൾ ഉം. നോക്കുമ്പോൾ അത് റഷ്യയും ഉക്രൈനും മാത്രമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് അല്ല ആ സാധനം. അത് യൂറോപ്പിനെ ഒരുപാട് അത് ബാധിച്ചിട്ടുണ്ട്. റഷ്യ ഓൾറെഡി തകർന്നു നിൽക്കുന്നുണ്ട്, അവരത് കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഉം. ഉക്രൈനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിലൊക്കെ നമുക്കെതിരെ ഒരുപാട് നിലപാടെടുത്തിട്ടുള്ള, നമുക്കെതിരെ വോട്ട് അതെ, അതെ. ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഉം. അതിനെ തുടക്കം മുതലേ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. റഷ്യ അതുപോലെയല്ല, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒപ്പം തന്നെ ഈ യുദ്ധത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം റഷ്യയെ സംബന്ധിച്ച് അവർ സാമ്പത്തികമായി വളരെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ യുദ്ധം നടക്കുമ്പോൾ അവർക്കൊരു ഉപരോധം കൂടെ വരികയാണ്. ഉപരോധം കൂടെ വരുമ്പോഴത്തേനും ഈ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളും ഇറാൻ അങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ മാത്രമാണ് ഇവരുടെ കൂടെ ഉള്ളത്. കാരണം ഇവരുടെ എണ്ണ വാങ്ങാനും ഈ പണം കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതുള്ളത്. ഈ ഉം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള ഒരു കാര്യം കൂടിയാണ്. അത് നടന്നു പോകുന്നു. ഒന്ന്, ഉക്രൈനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യമാണ്. അവരെ ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്നവർ അതിൽ ചേരാൻ പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ നാറ്റോ സഖ്യത്തിൽ പെടുന്ന അമേരിക്ക ഉൾപ്പെടെ ഉള്ളവരാണ് ഇവരെ ഈ എന്താണ് സ്ക്രൂ ചെയ്ത് ഈ യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടത്. തങ്ങളുണ്ട് പുറയിൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ റഷ്യ അവിടെ ചെയ്ത ഈ റഷ്യയുടെ ഈ നാച്ചുറൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഗ്യാസും ഓയിലും ഒക്കെയാണ് യൂറോപ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് ജർമ്മനിയുടെ 55% ഗ്യാസുകളും മറ്റും വരുന്നത് ഈ റഷ്യയിൽ നിന്ന്. അവരുടെ ഈ അടുപ്പ് പുകയത്ത ഒരു സാഹചര്യം കൂടെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഈ യുദ്ധം എങ്ങനെയും തീർക്കണമെന്ന് റഷ്യയെക്കാളും ഉക്രൈനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അവർക്ക് ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീരണം. കാരണം ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യയെ കൊണ്ടിരുന്നു, ഇന്ത്യ അത് സംസ്കരിച്ച് യൂറോപ്പിലേക്ക് കയറ്റിവിടുന്നു. ഒപ്പം തന്നെ അവർക്ക് ഈ എണ്ണയെക്കാളും ഉപരി ഈ ഗ്യാസിന്റെ ഒരു വലിയ വിഷയം അവിടെ നിൽക്കുന്നു. അപ്പൊ അവർക്ക് തീർക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പുട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഈ ലോകരാജ്യങ്ങളിലുള്ളത്. വളരെ കാരണം നമ്മുടെ കുറച്ചല്ല, പ്രധാന മോദി മാത്രമേ സുഹൃത്തുള്ളൂ എന്നാണ് ഞാൻ മോദി കേട്ടിട്ടുള്ളത്. അദ്ദേഹം സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ ചൈന പ്രസിഡന്റുമായിട്ടാണ്. പിന്നെ ഷീ അദ്ദേഹത്തിന് ജിൻപിങ്. അല്പം സംസാരിക്കും ഷീ ജിൻപിങ്ങുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വേറൊരു സംസാരം. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് ഉം. ഉത്തര കൊറിയയുടെ പ്രസിഡന്റുമായി അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അതെ, അതെ, പ്രത്യേകിച്ച് അതെ. വേറെ ആരുമില്ല. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ. അപ്പം ഉം. ഈ മോദിയുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഇത് കൊണ്ട് തന്നെ മോഡിയെ വെച്ചിട്ട് ഈ യുദ്ധം തീർക്കാം, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാമെന്നാണ് ഈ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക കണക്കുള്ള രാജ്യങ്ങൾ അത് അവർ ഉം. ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ബൈഡനൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു മോദി ഇതിൽ ഇടപെടണം. കാരണം അദ്ദേഹത്തിന് മാത്രമേ ഇടപെടാൻ ഇതിനകത്ത് കഴിയത്തുള്ളൂ. കാരണം ഉം. പുട്ടിനുമായി ബന്ധമുള്ള ഒരാൾക്ക്, കാരണം ഈ റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നെങ്കിൽ പോലും ജനാധിപത്യ രാജ്യമല്ല. അപ്പോൾ ഏകാധിപത്യം. ഇദ്ദേഹമായിട്ട് ഏകാധിപത്യം തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഡിസിഷൻ വളരെ പ്രധാനമാണ് റഷ്യയുടെ. അപ്പോ ഉം. മോദി അനവധി വട്ടം സംസാരിച്ചിരുന്നു ഈ ഒരു ഉം. വിഷയം തീർക്കുന്നതിനെ കുറിച്ച്. ഇത് പുട്ടിനും താല്പര്യമുണ്ട്. കാരണം പുട്ടിന്റെ താല്പര്യം ഉം. വേറൊന്നുമല്ല. കാരണം യുദ്ധം തുടങ്ങിയത് എത്ര നാളായി? ഇപ്പൊ ഒരു വർഷത്തോളം ആകുന്നു. ഒരു വർഷം കഴിഞ്ഞു ഇസ്രായേൽ എന്നാണ് എനിക്ക് പാലസ്തീൻ തോന്നുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ തുടങ്ങിയത്. തുടങ്ങി ഒരു വർഷം കഴിഞ്ഞു തോന്നുന്നു. ഒരു വർഷം കഴിഞ്ഞു. ആ ഒരു വർഷത്തിനിടയ്ക്ക് വലിയൊരു നഷ്ടത്തിലേക്കാണ് ഈ രണ്ട് രാജ്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കതിന്റെ ഉം. ആഗ്രഹമുണ്ട്. ഒപ്പം തന്നെ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് തീർത്താക്കളാം. അപ്പൊ ഇപ്പോഴത്തെ ഈ അറിയാൻ കഴിയുന്നത്, ഇന്നിപ്പോ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ, നയതന്ത്ര തലത്തിൽ ഈ ഇതിനെക്കുറിച്ച് ഉം. സംസാരിക്കുമെന്ന്. അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഉം. അപ്പൊ സെലൻസ്കി ആയിട്ട് ഇപ്പൊ ആദ്യമായിട്ടല്ല മോദി സംസാരിക്കുന്നത്. ഈ വിഷയം G7 ഉച്ചകോടിക്കിടയിൽ അദ്ദേഹത്തെ നേരിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ ഫോണിൽ രണ്ടു കൂട്ടരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പൊ ഈ ഉം. അദ്ദേഹം നമ്മുടെ രാജ്യം ഈ ഇന്ത്യ, മോദി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ കൂടെയാണല്ലോ. അപ്പൊ ഇന്ത്യ മുമ്പോട്ട് വെക്കുന്ന ഒരു ഉം. പ്രധാന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ വെടിയുണ്ടകൾക്കിടയിൽ സമാധാനം ഉം. ഉണ്ടാകില്ല, ചർച്ച നടക്കില്ല. അതുകൊണ്ട് ഉം. വെടിനിർത്തുക, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം അതെ. എന്നുള്ളതാണ് പുതിയ നമ്മുടെ ഒരു സ്റ്റാൻഡ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ്. ഉം. ഉം. അപ്പം ഒരുപക്ഷെ വെടിനിർത്തലിലേക്ക് എത്തിയേക്കാം. കാരണം രണ്ടു കൂട്ടർക്കും ഉം. വെടിനിർത്തൽ അനിവാര്യമായ ഒരു ഘടകമാണ്. ഉം. ആ ഉം. ഒരു വെടിനിർത്തലിലേക്ക് എത്തും. പക്ഷെ അത് എത്ര നാളത്തേക്ക് ഉം. ഉണ്ടാകുമെന്ന് അറിയില്ല, എങ്കിൽ പോലും വെടിനിർത്തലിലേക്ക് ഉം. എത്തും.
വെടിനിർത്തിയത് കൊണ്ട് നോബൽ പ്രൈസ് കിട്ടുമോ അറിയില്ല. ഏതായാലും അത് എത്തും. പക്ഷെ അതൊരു വലിയ നാഴികക്കല്ലാകും. അങ്ങനെ ഒരു വെടിനിർത്തൽ ഈ റഷ്യ ഉക്രൈൻ ഇടയ്ക്ക് ഉം. നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ വലിയ ഒരു വിജയമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ റഷ്യയെ എന്താണ് ഒരു ഭാഗത്ത് മെരുക്കി നിർത്തുക എന്നുള്ളതാണ് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ പ്രയാസകരമായിട്ടുള്ളത്. അല്ല, ഞാനൊരു അപ്പം കാര്യം ചോദിക്കട്ടെ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഘട്ടത്തിൽ, അതായത് ഈ തരുണത്തിൽ ഈ യുദ്ധം നിർത്താനായിട്ട് ഒരു മധ്യസ്ഥതയ്ക്ക് സംസാരിക്കാൻ പോകുമ്പോൾ അത് ഈസി ആയിട്ട് സാധിക്കുമെന്ന് ബിജേട്ടന് തോന്നുന്നില്ല. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിജേട്ടാ, അതായത് ഈ റഷ്യ എന്ന് പറയുന്നത് അമേരിക്കയോളം കെൽപ്പുള്ള രാജ്യമാണ്. അവിടുത്തെ വെപ്പൺസ് ഒക്കെ നമുക്കറിയാലോ. നമ്മൾ പോലും അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന വെപ്പൺസ് പകുതി വെട്ടിക്കുറച്ചിട്ട് റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വെപ്പൺസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതിർത്തിയിലൊക്കെ വിന്യസിക്കാനുള്ള അയൺ ഡോം പോലെയുള്ള വെപ്പൺസ് ഒക്കെ S-400 അങ്ങനെയൊക്കെ തരുന്നത് റഷ്യയാണ് ഇപ്പോൾ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇത്രയും വലിയൊരു രാജ്യത്തിന് വളരെ കുഞ്ഞു രാജ്യമായിട്ടുള്ള യുക്രൈനെ ഇതുവരെ ഒതുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നൊരു സംശയം മാത്രമാണ് കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ കേൾക്കുന്നത് യുക്രൈൻ റഷ്യയിലേക്ക് ഇരച്ചു കയറുന്നു എന്നാണ്. ഇത്രയും ചെറിയൊരു രാജ്യം റഷ്യയിലേക്ക് ഇരച്ചു കയറുന്നു, ഇതുവരെ യുദ്ധം നിർത്താനായിട്ട് സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് റഷ്യ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു യുദ്ധം തുടങ്ങി വെക്കുകയും ചെയ്തു, അതിനുശേഷം ഒന്നും ആകുന്നുമില്ല. ഇത് വലിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. അതിനകത്തുള്ള ജനങ്ങൾ, റഷ്യക്കകത്തുള്ള ജനങ്ങൾ തന്നെ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. കാരണം ഈ ജോർജിയ പോലെയുള്ള നേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, റഷ്യ വളരെ ഈസി ആയിട്ട് വളരെ ദിവസങ്ങൾ കൊണ്ട് ജോർജിയ എന്ന് പറയുന്ന രാജ്യം നടുകെ പിളർത്തി രണ്ടാക്കി ആ നടുക്കുള്ള സ്ഥലം മുഴുവൻ വിഭജിച്ചെടുത്ത ഒരു രാജ്യമാണ് റഷ്യ. ആ റഷ്യക്ക് യുക്രൈൻ, നമ്മുടെ മംഗലശ്ശേരി നീലാണ്ടം പറയും പോലെ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ട് ഒഴിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല എന്നൊരു ഡൗട്ടാണ്, എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. പക്ഷെ ഇതുവരെ യുദ്ധം കഴിയുന്നില്ല. അത് നാറ്റോ റഷ്യയുടെ പിറകിൽ നിന്ന് വളരെ ശക്തമായിട്ട്, അല്ല യുക്രൈന്റെ പിറകിൽ നിന്ന് വളരെ ശക്തമായിട്ട് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റഷ്യയുടെ ഒരു സാമ്പത്തിക നട്ടെല്ല് ഞാൻ പറഞ്ഞില്ലേ, ഈ യുദ്ധം എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ്. ധനുഷ് പറഞ്ഞ ഉം, കണക്ക് വെപ്പൺസിൽ അവർ വലിയ മുമ്പിൽ തന്നെയാണ്. അമേരിക്കയോട് കിടപിടിക്കുന്നത്, ഉം, ഇല്ലെങ്കിൽ അമേരിക്കക്ക് ഈക്വൽ ഇല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ഉള്ളത് തന്നെയാണെങ്കിൽ പോലും ഉം, ഇത് ഈ ഇത്രയും വലിയ ആയുധങ്ങൾ അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഉക്രൈനെ തകർക്കുക എന്നുള്ളതല്ല. കാരണം ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിന്റെ ഈ അവിടെ ഈ യുദ്ധ മേഖലയിൽ മുഴുവൻ കിടക്കുന്ന റഷ്യക്കാരാണ്. റഷ്യയിൽ നിന്ന് പോയ റഷ്യക്കാരാണ്. അവർ ഇങ്ങോട്ട് വരണമെന്നുള്ളതാണല്ലോ ഇവരുടെ ഡിമാൻഡ്. ഇവര് ഉം, നാറ്റോയിൽ പോകുമ്പോഴത്തേനും അവര് ഇതാകും എന്നുള്ളതാണ്. അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ശക്തമായ ഒരു ആയുധങ്ങളൊന്നും ഈ ഒരു യുദ്ധത്തിൽ രണ്ടു കൂട്ടരും ഉപയോഗിച്ചിട്ടില്ല. അത് ഉം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ആണവ നിലയങ്ങൾ അനവധിയുണ്ട്. അത് നോക്കിയാൽ മതി. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് വരെ റഷ്യ അവരുടെ ഏറ്റവും മാരകമായ ഒരു ആയുധവും യൂസ് ചെയ്തിട്ടില്ല. ഈ പട്ടാളക്കാരും ടാങ്കും കൊണ്ടുള്ള ഒരു കര യുദ്ധത്തിന്റെ ഒരു സാധനം മാത്രമാണ് അവിടെ നടക്കുന്നത്. അതായത് ഉം, ഉം, സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടത് ഈ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം, ഈ ഹമാസോട് സംഘർഷം നടക്കുമ്പോൾ റോക്കറ്റെങ്കിലും വിടുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് എവിടെയെങ്കിലും അതെ. മിസൈലുകൾ പതിക്കുന്നതായിട്ടോ വല്ല നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ബോംബർ അതെ. ജെറ്റുകൾ പോയിട്ട് വലിയ രീതിയിൽ ബോംബിങ്, തുടക്കത്തിൽ അവർ കുറെ ബോംബിങ് നടത്തിയിരുന്നു, അവരുടെ കരസേനയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നടത്തിയത്. പിന്നീട് നമ്മൾ അതെ. അതൊന്നും കേട്ടിട്ടില്ല, ആ രീതിയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഈ റഷ്യയുടെ പ്രധാന ഡിമാൻഡുകൾ എനിക്ക് തോന്നുന്നത്, ഒന്ന്, അവർ മുമ്പ് നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ച ഒരു ഡിമാൻഡാണ് അത്, പക്ഷെ അംഗീകരിക്കപ്പെടുമായിരിക്കും. ഈ അതിർത്തി ഒന്ന് പുനർനിർണ്ണയിക്കുക. ഉം, പ്രധാനപ്പെട്ട അവരുടെ ഡിമാൻഡ് നാറ്റോയിലേക്ക് ഉക്രൈൻ ചേരരുത്. കാരണം നാറ്റോയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അത് റഷ്യക്ക് വലിയ തലവേദനയായിട്ട് മാറും. കാരണം ഉം, റഷ്യയുടെ ബോർഡറിലാണ്. അപ്പം അതുകൊണ്ട് അത് ചേരരുതെന്നാണ് ഡിമാൻഡ്. അത് അംഗീകരിക്കുമോ ഇല്ലയോ അറിയത്തില്ല. ഒരുപക്ഷെ അത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും റഷ്യയുടെ ഡിമാൻഡ് അവരുടെ ഒരു ഏരിയ ഉണ്ട് ഈ യുക്രൈന്റെ, ആ ഒരു ഏരിയ ഉം, ഫുള്ള് റഷ്യക്ക് തരിക, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉപരോധം ഇളവ് വരുത്തുക. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അവർ ഉപരോധം ഇളവ് വരുത്തുമോ എന്നറിയില്ല. പക്ഷെ അമേരിക്കയുടെ വേറൊരു വലിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഉപരോധം ഏർപ്പെടുത്തുക, പിന്നീട് ആരും അറിയാതെ ഇത് ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കും. അവിടെ ഇവിടെ ഒക്കെ ഇവർ പിൻവലിച്ചു കൊടുക്കും ഈ സാധനം. ഉം, ഉം, അങ്ങനെ ഉം, ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്ന് ഇന്ത്യക്കെതിരെ അങ്ങനെ എല്ലാവരും ചെയ്തത്. പിന്നെ നമ്മൾ ആരും ഈ ഉപരോധത്തെ കുറിച്ച് കേൾക്കില്ല കുറെ നാൾ കഴിയുമ്പോൾ. കാരണം ഉപരോധം അങ്ങ് ഉം, പോയി. ആദ്യത്തെ ഇവരുടെ പറയുന്ന ഉപരോധത്തിനകത്ത് പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻസ് ആണ് കൂടുതലും. ഉം, ഈ ഉം, അമേരിക്ക ഉം, ഉപരോധം പ്രഖ്യാപിച്ചത് ആ രാജ്യങ്ങൾ ഇവരുടെ ഉൽപ്പന്നം വാങ്ങില്ല, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ ചരക്കിറക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഉം, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നടക്കില്ല. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. ഉം, ഇത് ഘട്ടം ഉം, ഘട്ടമായിട്ട് അവർ ഇല്ലാതാക്കും. ഇപ്പൊ കണ്ടോണം, ഇതിപ്പോ കഴിഞ്ഞാൽ ആദ്യം അവർ ഈ ഓയിലും ഗ്യാസും ഒക്കെ വാങ്ങുന്നതിന്റെ ആ ഒരു ഉപരോധമായിരിക്കും. ഇതൊന്നും ആരും അറിയുന്നില്ല. അത് തീർത്തു ഉം, കൊടുക്കുക. ഉം, ഈ രണ്ട് ഉം, കാര്യങ്ങളായി കഴിഞ്ഞാൽ തന്നെ വെടിനിർത്തൽ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഉം, ഉം, ഉക്രൈനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു കൂട്ടർക്കും ഇപ്പൊ സാമ്പത്തികം അനിവാര്യമായ ഘടകമാണ്. അത് ഉം, പൈസയാണല്ലോ എല്ലാത്തിന്റെയും. ഈ ഇസ്രായേലും ഹമാസിന്റേത് ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവം. കാരണം ഹമാസിനെ സംബന്ധിച്ച് ഉം, അവർക്കൊരു ഫണ്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തീരാനുള്ള സാധ്യത, യുദ്ധം തീരുമോ എന്നുള്ളതല്ല, വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ നേട്ടം തന്നെ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ലോകത്ത് വലിയ വാർത്ത തന്നെ ആയിരിക്കും.
വമ്പൻ അല്ല വാർത്തയുമായിരിക്കും, അതൊരു വലിയ ഉം. നേട്ടമായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്തിട്ട് അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിയുടെ നോബൽ സമ്മാനം. മോദി ഇതിലെല്ലാത്തിനും ചാടി ഇടപെടുന്ന ഈ നോബൽ ആഗ്രഹം കൊണ്ടാണോ? അങ്ങനെ ഒരു ചോദ്യം. കാരണം എല്ലാ രാജ്യത്തെ സിവിലിയൻ ബഹുമതി നരേന്ദ്രമോദിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈവൻ സൗദി അറേബ്യയുടെ പോലും, എനിക്ക് തോന്നുന്നു സൊമാലിയുടെ പോലും കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനിയിപ്പം നോബൽ പ്രൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നരേന്ദ്രമോദിക്ക് അതിന്റെ ഒരു ആഗ്രഹമാണോ? നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി ആവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സംശയം. അല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നരേന്ദ്രമോദിക്ക് അത് കിട്ടാൻ ഉള്ള യോഗ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോക നേതാക്കളിൽ ഫസ്റ്റ് നിൽക്കുന്നു. ഇതിപ്പോ ധനുഷ് ഉം, പറഞ്ഞത് ബി ജെ പിക്കാരും ഒക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പ്രതിപക്ഷമല്ല, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉം, ട്രൈ ചെയ്യുകയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോ ഈ ഉം, റഷ്യ ഉക്രൈൻ ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഒരു പ്രധാന കേന്ദ്രമായിട്ട് നരേന്ദ്രമോദി മാറും എന്നുള്ള ഒരു സംശയമില്ല. ഒരുപക്ഷെ ഉം, അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കളിയാക്കിയിട്ട് പോലും അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സാധ്യത ഒരുപാടുള്ളതാണ്. ഇപ്പൊ ഉം, ധനുഷ് പറഞ്ഞ കണക്ക് ഇനി അദ്ദേഹത്തിനെ തേടി വരാനായിട്ട് പ്രത്യേകിച്ച് പുരസ്കാരങ്ങളൊന്നുമില്ല. അദ്ദേഹം പോകുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ആ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരങ്ങളെല്ലാം നേടി കഴിഞ്ഞിരിക്കുന്ന വ്യക്തി. ഉം, ഇന്നിപ്പോ ലോക നേതാക്കൾ പ്രധാനപ്പെട്ട തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു നേതാവ്. ഒപ്പം തന്നെ ഇപ്പോഴ് ഉം, പിന്നെ നമുക്കിപ്പോ ഈ സംശയം പറയുന്നതിന് ഒരു പ്രധാന കാരണം ഇതിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ എന്താണ് പ്രവർത്തന ശൈലിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് കൂടുതലും ഈ നോബൽ ഉം, പ്രൈസിന് ഉം, വേണ്ടിയിട്ടാണ് മോദി ശ്രമിക്കുന്നത്. കാരണം ഒന്ന്, ഉം, ഇപ്പൊ പശ്ചിമബംഗാൾ കണക്ക് ഒരു വലിയ സംഘർഷ മേഖല, അവിടുത്തെ സർക്കാരിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നില്ല. അങ്ങനെ ഉം, പലയിടത്തും പുള്ളി ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നുണ്ട്. ബി ജെ പിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. അവിടെ ഈ നേരത്തെ പറഞ്ഞ സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവ് പോലെ. അപ്പം ഉം, അതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം ഈ പശ്ചിമ ബംഗാളിലൊക്കെ സർക്കാരിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ഉം, ഉള്ള പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു ജനാധിപത്യ ധ്വംസനം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം വരും. അപ്പൊ അത് കൂടാതെ ഉം, തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള സംഘർഷങ്ങളോ ഒന്നും തന്നെ ഈ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഉം, കാര്യങ്ങൾ ഉം, എടുത്തു കഴിഞ്ഞാൽ 370 എടുത്തു കളഞ്ഞു. അവിടെ സമാധാനം ഉം, പുനഃസ്ഥാപിക്കുന്ന ഒരു പരുവത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇലക്ഷൻ ഉം, ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സമാധാനത്തിലേക്കുള്ള കാൽവെപ്പായിട്ടാണ്. അതുമായിട്ട് കൂടി കണക്ക് കൂട്ടണം ഈ പോകുന്നത്. ഉം, ഒരുപക്ഷെ ഈ ഉക്രൈന്റെ ഇതിൽ അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കും. പക്ഷെ ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് ഈ സ്വീകാര്യത ലഭിക്കുമ്പോൾ ആ, ചൈനയ്ക്ക് മുകളിൽ ഒരു അപ്പർ ഹാൻഡ് കൂടി ഇന്ത്യ നേടുന്നുണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ. ഉം, അതായത് ഒരു അപ്പർ ഹാൻഡ് നേടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരുപക്ഷെ ഇന്ത്യ ചൈന ബോർഡർ തർക്കങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. കാരണം ഇന്ത്യ ഒരു അപ്പർ ഹാൻഡിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചൈന ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചക്ക് മുമ്പാണ് അവരുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്, നമ്മൾ പിണങ്ങി ഉം, നിൽക്കേണ്ടവരല്ല, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കേണ്ട, നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും പണി കിട്ടും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉം, വന്നു. അതെ അതെ അപ്പൊ അതെ. അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ, കാരണം രണ്ടുപേർക്കും ഉം, സാമ്പത്തികം ആവശ്യമുണ്ട്, രണ്ടുപേരും സാമ്പത്തികമായിട്ട് മുന്നേറേണ്ട ആവശ്യമാണ്. അപ്പം ഉം, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൈനയുമായിട്ടൊരു ടൈപ്പിലേക്ക് ഇന്ത്യ പോകും. റഷ്യ നമ്മുടെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും. റഷ്യയുടെ കുറെ ഡിമാൻഡ്സ് ഉം, ഉണ്ട്. എന്നാലും വെടിനിർത്തൽ എന്ന് ഉം, പറയുമ്പോൾ ചുമ്മാ മോദി പോയി ചെന്ന് പറഞ്ഞ ഉടനെ വെടിനിർത്തില്ലല്ലോ ഒരിക്കലും. അപ്പൊ ഉം, ഇതിന്റെ ഡിമാൻഡുകൾ ഇങ്ങനെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ റഷ്യക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഭാഗികമായിട്ടെങ്കിലും പിൻവലിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉക്രൈനെ സംബന്ധിച്ച് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞിരുന്നു, അവർക്ക് ഈ നാശനഷ്ടം സംഭവിച്ചതെല്ലാം യൂറോപ്യൻ ഉം, യൂണിയൻസ് ചേർന്ന് പണിത് കൊടുക്കാം എന്ന്. കാരണം ഇപ്പൊ ഒരു യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഉം, ഫണ്ട് ഉം, കൊടുത്ത പുള്ളി മര്യാദയ്ക്ക് നിന്നോളും. ഇതാണ് അതിന്റെ ഒരു പ്രധാനം. ഉം. സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരു വലിയ നേട്ടമാണ്. ഒരുപക്ഷെ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ പരസ്യമായിട്ട് തന്നെ ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞെന്ന് വരാം. നോബൽ പ്രൈസിന് ഓ, പരിഗണിക്കണമെന്നുള്ള പ്രസ്താവനകൾ തന്നെ നടത്തിയെന്ന് വരാം. ആ രീതിയിലേക്ക് നമ്മുടെ പോകാം. നാട്ടിലെ സുഡാപ്പികൾ ഇത് എങ്ങനെ സഹിക്കും എന്റെ ഈശ്വര എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോബൽ പ്രൈസ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. നമ്മള് നമ്മുടെ ഇന്ത്യൻ അല്ല, പ്രധാനമന്ത്രി നോബൽ നോമിനേഷൻ പ്രൈസ് ആണല്ലോ. അങ്ങനല്ല, ആയിക്കോട്ടെ. അതൊരു അത് നോമിനേഷൻ അല്ലേ? ക- അത് കിട്ടാനല്ലല്ലോ നമ്മള് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. കിട്ടിയാൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമില്ല. കാരണം ഇന്ത്യക്കകത്ത് തന്നെ 10,100,000 പ്രശ്നങ്ങളുണ്ട്. ആ ബംഗാളൊക്കെ കിടന്ന് അതുകൊണ്ട് കത്തുകയാണ്. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പോ ഈ യുക്രൈൻ ഇവിടെ ആ, റഷ്യയിൽ നരേന്ദ്രമോദി സന്ദർശിക്കുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയാതെ വിട്ടൊരു പോയിന്റാണ്. അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി എന്തായാലും റഷ്യയും യുക്രൈനും സന്ദർശിക്കാൻ പോവാണ്. അതുവഴി പോളണ്ടിലേക്ക് പറക്കാനാണ് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ തീരുമാനം എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സംഭവങ്ങളാകുമ്പോൾ ബിച്ചേട്ടൻ പറഞ്ഞതുപോലെ റഷ്യയിലേക്ക് പോകുന്നതിന് പല മാനങ്ങളുണ്ട്, അവിടെ നിന്ന് യുക്രൈനിലേക്ക് പോകുന്നതിന് പല മാനങ്ങളുണ്ട്. യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പൊ യൂറോപ്യന്റെ രക്ഷകനായി നരേന്ദ്രമോദി അവതരിക്കുമോ എന്ന് മാത്രമേ നമുക്ക് ഇനി കണ്ടറിയാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യയിലെ പല പരിണിതപ്രജ്ഞരായിട്ടുള്ള ജേർണലിസ്റ്റുകളും പറഞ്ഞിട്ടുള്ളതാണ്, നരേന്ദ്രമോദിയെ പോലൊരു നേതാവിന് മാത്രമേ
റഷ്യൻ പ്രസിഡന്റുമായിട്ട്, അതായത് നരേന്ദ്രമോദി വിളിച്ചു കഴിഞ്ഞാൽ ഏത് പാദയാത്രയും റഷ്യൻ പ്രസിഡന്റ് ഫോൺ എടുക്കുമെന്ന് ഇന്ത്യയിലെ മോദി വിരുദ്ധരായിട്ടുള്ള പല ജേർണലിസ്റ്റുകൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം നിർത്തിയാൽ നല്ലത്, നല്ല കാര്യം. നിർത്തിയില്ലെങ്കിൽ അത് അവരുടെ കാര്യങ്ങൾ. നമ്മൾ എന്തായിരുന്നാലും ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ വിഷയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇസ്രായേലിന് ആയുധവും കയറ്റി അയക്കുന്നുണ്ട്. അത് അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ പാലസ്തീനൊപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്, അവിടേക്ക് നമ്മൾ ഡിസാസ്റ്റർ എയ്ഡ്സും കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ യുക്രൈന്റെ കാര്യത്തിലും റഷ്യയുടെ കാര്യത്തിലും റഷ്യയെ നമ്മൾ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ യുക്രൈനെ ആക്രമിക്കരുതെന്ന് റഷ്യയോട് നമ്മൾ കർശനമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് വിജയേട്ടൻ അറിയാലോ, നമ്മുടെ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത് പോയി റഷ്യൻ പ്രസിഡന്റിന്റെ നേർക്ക് നേർ നിന്ന് പറഞ്ഞതാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല, ദയവ് ചെയ്ത് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ ഷീ ജിങ് പിങ്ങിന് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും താങ്ക് യു വിജയേട്ടൻ, താങ്ക് യു, നല്ല ചർച്ചയായിരുന്നു. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.